ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഒരു കിട്ടുമ്പോഴത്തെ സോളോ വേഴ്സസ് സ്കൂട്ടർ റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതും ഗൈസ് വെർമനാപ്പിൽ ഇറങ്ങി തൂത്താലും ഒരു കിട്ടുമ്പോഴത്തെ മാച്ച് ഗൈസ് ഒന്നും പറയാതെ നമ്മുടെ മില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സോളോ വേഴ്സസ് സ്കോഡ് ആയതുകൊണ്ട് നമ്മുടെ ഒരു പട്ടം തന്നെ നമ്മളോട് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നേരെ എല്ലാവരും കൊണ്ടല്ലോ ആ ഒരു മില്ലിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് ഇപ്പുറത്തെ മലയിലേക്ക് കയറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ തന്നെ ഉണ്ടല്ലോ ഒരു മിനി യൂസി മാത്രമേ ഉള്ളൂ. നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി കയറി വന്നു. അവനൊരു ഹെഡൊക്കെ കയറി കൊണ്ട് നൈസായിട്ട് അവനെ അടിച്ചിടാൻ പറ്റിട്ടോ. ഇല്ലെങ്കിൽ അവന്മാരനെ പമ്പരം കടിക്കുന്ന പോലെ അടിച്ചാനെ, അവിടെ ഉറക്കിയിട്ട് കിടത്തി അടിച്ചാനെ കേട്ടോ. എന്തായാലും അവനെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി 1 കിലോമീറ്റർ എടുത്തു. 49 സ്റ്റിൽ ലെവൽ 4 ഗൈസ് 4 റേറ്റിംഗ് നമുക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 200 കോയിൻ അവനെ കൊന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ ഈ ഒരു എന്താണ് വീഡിയോയ്ക്ക് ഇടയ്ക്കുണ്ടല്ലോ നമ്മുടെ ആ ഒരു റേറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിനെപ്പറ്റി ചെറിയ ഡൗട്ട് ഉണ്ട്. എന്താണ് ഈ റേറ്റിംഗ്, എന്തിനാണ് റേറ്റിംഗ്, അതിൻ്റെ ഉപകാരം എന്താണ് എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ലൈവ് വരുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി 2 ദിവസം 3 ദിവസം കണ്ടേ ബാക്കിയുള്ളൂ ഈ സീസൺ മാറാൻ വേണ്ടി. ഈ സീസൺ മാറുന്ന സമയത്ത് തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിനകത്തുണ്ടല്ലോ മാക്സിമം ഗ്യാസ് ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ വീഡിയോസ് ലൈവ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് മാക്സിമം ഗ്യാസ് നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. മാക്സിമം ഗ്യാസ് എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിക്കവാറും 95% ആൾക്കാർക്കും അവർക്ക് ഞാൻ മാക്സിമം നല്ല രീതിക്ക് തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട്. അവരുമായിട്ട് കമ്പനി ആകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ കുറച്ച് ആൾക്കാരെ ബിൽഡ് ചെയ്തെടുക്കുന്നത് വളരെ താല്പര്യമുണ്ട്. കാരണം കേസ് എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും മാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേസ് ഞാൻ കിടിലം പോലെ കേസ് ഇറങ്ങി അവിടെ എടുത്തിട്ട് കാലേ വാരി പിത്തേമേ അടിച്ച് ഒരു ഗില്ലും എടുത്ത് വന്ന് നോക്കുന്നതും കാർണൈനിറ്റ് അവിടെ കിടക്കുന്നു. ആർക്ക് വേണ്ട കാർണൈനിറ്റ് ആ M60 എനിക്ക് M60 എന്ന് പറഞ്ഞ് നൈസായിട്ട് കേസ് ഞാണ്ടല്ലോ ഉള്ള കോയിൻ വെച്ചിട്ട് നമ്മുടെ ചുറ്റിക്ക് വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ M60 അടിച്ചിട്ടുണ്ടായിരുന്നു. M60 അടിച്ചിട്ട് നൈസർ കേസ് 2 വെടി വെച്ച് നോക്കുന്നുണ്ട്. അതായതുണ്ടല്ലോ M60 അടിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ആ ഒരു എന്താണ് ആ ഒരു സൈലൻസറൊക്കെ ഫിക്സ് ആയിട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ കേസ് കിട്ടത്തില്ല, കുഴപ്പമില്ല. പിന്നെ കേസിൻ്റെ ക്യാരക്ടർ സ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. കിടിലം പോലത്തെ ക്യാരക്ടർ സ്കില്ലാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ആക്റ്റീവ് സ്കിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒളിച്ചിരിക്കാൻ ഒരു എനിമിക്ക് പോലും പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അമ്മ തീർന്നു. അത് മാത്രമല്ല കേസ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ മൂവ്മെൻറ്റ് സ്പീഡും കൂടെ കിട്ടുന്നതായിരിക്കും. വിഷയം സാധനം തന്നെയാണ് കേട്ടോ. എന്തായാലും മില്ലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഞാനൊരു പവർ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ടുമ്പോൾ തന്നെ ഒരു ഗ്ലൂ വാൾ അടപ്പുണ്ട്. ആ ഗ്ലൂ വാളിനകത്ത് 4A2 ചിപ്പ് കേസ് എനിക്ക് വേണ്ടി തന്നെ വെച്ച പോലെ ഏതോ എനിമി നൈസർ കേസ് എനിക്ക് വേണ്ടി തന്നെ ഉണ്ടല്ലോ വെച്ചതെന്ന് തോന്നുന്നു. ആമാർ കേസ് കഷ്ടപ്പെട്ട് അടിച്ചടിച്ചുണ്ടാക്കിയതായിരിക്കും. അപ്പോഴത്തേക്ക് ഏതെങ്കിലും കാട്ടവാഴ വന്നിട്ട് അവനെ തല്ലിക്കൊന്നിട്ട് നമുക്ക് വേണ്ടി തന്നെയായിട്ട് ഒരു M4A2 ചിപ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടെ നോക്കുന്ന സമയത്ത് കേസ് എനിക്ക് വേറെ ഷോർട്ട് റേഞ്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുന്നത്. വന്ന് നോക്കുമ്പോഴത്തേക്കും ഞാൻ ലൂട്ടിയ പെട്ടിക്കകത്ത് വേറെ എനിമി ഒന്ന് ലൂട്ടുന്നുണ്ട്. അവരെ കയറി അടിക്കാവുന്നുള്ളൂ കേസ്. പക്ഷേ കേസ് ഒന്ന് വെയിറ്റ് ചെയ്തു. ത്രോ ബോൾസ് ഒന്നുമില്ല. ഒരു ഫൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു HP ഒന്ന് ഡയറക്റ്റ്ലി കുറച്ച് കളയാം, ഇല്ലെങ്കിൽ ഫുൾ ഇൻഫോ ഇടണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പവർ ഇട്ട് നോക്കി. അവനെ കേസ് ക്യാരക്ടർ കിട്ടിയപ്പോഴത്തേക്കും ഒരു ഹെഡൊക്കെ കയറി ഗ്ലൂ ഇട്ടു. പകുതി ലൈഫേ ഉള്ളൂ. എന്നിട്ടും കേസ് അവൻ സ്റ്റാൻഡിനെ വിട്ട് നമ്മളെ കയറി കേസ് പുഷ് ചെയ്യാനുള്ള പരിപാടികളൊന്നും എന്താ അറിയത്തില്ല. പേടിക്കേണ്ട ക്യാരക്ടറാണ് അത് കേസ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടല്ലോ. അവൻ വരാൻ വേണ്ടി നോക്കുന്നു. അവനെ കേസ് കിടിലം പോലെ അടിച്ച് 3 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് അവൻ എന്തായി ചെയ്യുന്നത് ഉദ്ദേശിച്ചത് അവരെന്തോ വലിയ കാര്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചോട്ടെ. എനിക്ക് തോന്നുന്നൊരു കാര്യം പറ്റേ കേസ്. ഇപ്പം നേരത്തെ ഉണ്ടല്ലോ ആ ഒരു നമ്മുടെ സോണിയ പ്ലസ് അതേപോലെ ഉണ്ടല്ലോ ദിമിത്രി യൂസ് ചെയ്യുന്ന പ്ലെയറാന്ന് തോന്നുന്നു കേട്ടോ. അവൻ ഈ മാച്ച് കയറിയപ്പോൾ അറിയാണ്ട് കൈതട്ടി കയറി ആ സാൻഡിലോ കയറിയതാന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കേസ് അവൻ അങ്ങനെ കളിക്കത്തില്ല. 3 സെക്കൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും കേസ് അവനാക്കിടന്ന് കളിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും കേസ് എന്തായാലും ദിമിത്രി ഇടാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ഒരു അബദ്ധം എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ വലിയ കാര്യത്തിൽ വിചാരിക്കുന്ന ക്യാരക്ടറായിരിക്കും. വലിയ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്റ്റീവ് ക്യാരക്ടർ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വിചാരിച്ച് ഗെയിമിനകത്ത് കയറും എനിമിയുടെ മുമ്പിൽ പെട്ട് കിടക്കുന്നതായിരിക്കും. ഈ ക്യാരക്ടർ അല്ലേ ഞാൻ യൂസ് ചെയ്തത്, ഇത് ഏത് ക്യാരക്ടർ എന്ന് വിചാരിച്ചൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിക്കണമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാട്ടോ. എനിക്ക് ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് കേസ്, സത്യം പറയാലോ, സത്യമായിട്ടും. അതായത് കേസ് ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ മറ്റേ മോറോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കേസ്, മായുന്ന ക്യാരക്ടർ, ഇൻവിസിബിൾ ആവുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറാണ് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. നൈസായിട്ട് കേസ് ഞാനുണ്ടല്ലോ എനിമിയുടെ ഒക്കെ മുമ്പിൽ എത്തുമ്പോഴത്തേക്കും ഞാനുണ്ടല്ലോ അതിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. വിത്തൗട്ട് ബുള്ളറ്റ് ഇല്ല, ഗണ്ണില്ല, ഒരു തേങ്ങയില്ല. അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി കേസ് നൈസായിട്ട് ഞാൻ പവറെ പിടിച്ച് ചെക്കുമ്പോഴാണ് കാണുന്നത് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് ഓറിയോണായിരിക്കും കേസ്. കൈ തട്ടി വന്ന് വീഴുന്നത്. ഞാൻ അവന്മാരുടെ 3 പേരുടെ നടുക്കിടന്ന് കിടന്ന് കറങ്ങും, ചുമന്ന് ഉണ്ടായിട്ട് കിടന്ന് കറങ്ങും. സോ അങ്ങനെയൊക്കെ പട്ടിയാച്ചാന്ന് പറഞ്ഞ് ഞാൻ ചത്തിട്ടുണ്ട്. ഇതേപോലത്തെ കേസ് ദാരുണ അവസ്ഥ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കേസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേസ്. എല്ലാവർക്കും അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും മില്ലിന്ന് സിപ്ലൈൻ അടിച്ച് നേരെ കയറി വന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി 2 കില്ല് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. 28 പേര് 30 പേര് പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ പൊക്കി വിടുന്നല്ലേ. എനിക്ക് പട്ടിയിലൂടെ നീയൊക്കെ തീരുന്നത്. എന്തായാലും 500 കോയിൻ കല്ലിരിപ്പുണ്ടായിരുന്നു. MB14 M4A2 നമ്മുടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നേരെ പീക്കിലേക്ക് കയറി വന്നിട്ട് ഏതെങ്കിലും എനിമി നൈസായിട്ട് കേസ് അവിടെ ഒളിച്ചു പോകണ്ടോ അതോ അവിടെ കയറി നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. പക്ഷേ കേസ് അവിടെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്കും ബങ്കർ സൈഡിലാണ് ഒരു ഡ്രോപ്പ് അടിക്കുന്ന പോലെ ഞാൻ കണ്ടു. ഏതൊരു കാട്ടുവാൻ നൈസായിട്ട് കേസ് ഡ്രോപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. പവർ നോക്കിയപ്പോഴത്തേക്കും ഒരുത്തം മാത്രമേ ഉള്ളൂ, അവനൊക്കെ അടിക്കാവുന്നുള്ളൂ. വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവനല്ലേ മറ്റവൻ
എൻ്റെ പൊന്നു കേസ് ഇവനല്ലേ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവരെ നിങ്ങൾക്ക് ഓർമ്മ കാണും മിക്കവാറും കേസ്. നേരത്തെ ഞാൻ പോലെ സാൻഡിലുമായിട്ട് മാസ് കാണിച്ചൊരു പുള്ളി ഉണ്ടായിരുന്നില്ലേ, അവൻ തന്നെ കേസ് നമ്മ പയ്യൻ നമ്മ ചക്കൻ ഒന്നും പറയല്ല. അവൻ കയറി വന്നതായിരുന്നു. അവന് കേസ് നല്ല രീതിക്ക് ഉണ്ടല്ലോ ഡാമേജ് ഹെഡൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ M24X സംതിങ് ആയിരുന്നു അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പെട്ടെന്ന് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തേക്കാം. ആ ചക്കൻ്റെ ടീമേറ്റിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കട്ടെ. ഇവർ ഇപ്പോഴല്ല പൊക്കി വിട്ടെ, നിനക്ക് മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിക്കൊടുറായേ എന്നൊക്കെ ഉണ്ടല്ലോ അവരെ മുഖത്ത് നോക്കി നൈസറി കേസ് ടീമേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനെ കേസ് വെറുപ്പിച്ചാണ് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു കിലും കൂടെ കേസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ മൂന്നാമത്തെ കിലോടെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ M24 കിടപ്പുണ്ട്. പക്ഷേ വേണ്ട കേസ് ഓക്കെ ഓൾറെഡി നമ്മുടെ M412 കിടക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു M24 എടുക്കാൻ വേണ്ടി തന്നില്ല. നൈസായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡ്രോപ്പൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കിടല സാധനം കിട്ടും എന്നൊരു ചെറിയൊരു പ്രതീക്ഷ. കാര്യം ഓൾറെഡി M24 കിട്ടി. അപ്പോൾ ഇനി അടുത്ത വരാൻ വേണ്ടി പോകുന്ന സാധനം അത്ര വലിയ സാധനമൊന്നും ആയിരിക്കത്തില്ല എന്നും വിചാരിച്ചാണ് ഞാൻ നൈസായിട്ടുണ്ടല്ലോ അല്ല AW ആയിരിക്കും അന്ന് എടുക്കേണ്ട ചോദിച്ച് നോക്കുമ്പോഴത്തേക്കും SVDY ബ്രോ SVDY എൻ്റെ പൊന്ന് ഗൈസ്. കഴിഞ്ഞ ഗൈസ് ഇപ്പോൾ SVDY മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ ഗൈസ്. എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് SVDY ആണ്. ഗൈന ചേച്ചി എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലുക. എനിക്കെന്താ എന്തോ വലുത് വരാൻ കിടപ്പുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഗൈസ് ഇവന്മാർ ഇത്ര സ്നേഹിച്ച് വരുന്നത്. എന്തായാലും വന്നവരെ ഗൈസ് ഒരുത്തനെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ നമ്മ പയ്യനല്ലേ അത് എൻ്റെ പൊന്ന് കേസ് ഇവനല്ലേ ഇപ്പം ഞാൻ തല്ലിക്കൊന്ന് ഓടിച്ചു വിട്ടേ. ഇവൻ തന്നെ നമ്മ പയ്യൻ എന്താ കേസ് അവനെ കേസ് അടിച്ച് വന്നപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് വന്നില്ല. ഒരു ടീമേറ്റും കൂടെ നൈസർ ഈ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചാവൂടാന്ന് പറഞ്ഞിട്ട് നൈസർ കേസ് അവൻ്റെ ടീമേറ്റും കൂടെ ഇവൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനോട് നോക്കായിട്ട് കിടക്കട്ടെ. അവനെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ്റെ ടീമേറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ഇത് അടിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും പവർ നോക്കിയിട്ട് നൈസർ കേസ് എനിമി അവിടെ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഓപ്പണിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നൈസർ കേസ് ബാക്കിൽ നിന്ന് ഇട്ടി M40 ചില കീടീലം പോലെ അടിച്ചു. എന്തായാലും അവനും കേസ് സോണിയുടെ പവർ 3 സെക്കൻഡ് പവറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനും നോക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ വന്ന് കൊല്ലിച്ചല്ലേടാ സത്യമായിട്ട് കേസ്. അവൻ വന്നിപ്പോൾ കൊല്ലിച്ചല്ല ടീമിനെ മൊത്തം കേസ് ചുമ്മാ വന്നിരുന്ന് കൊല്ലിച്ച് നമുക്ക് മൊത്തം 5 കില്ല് അവൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സമയമായിട്ട് കേസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാര്യം നിങ്ങൾക്കറിയാം ഒരു ദിവസം എത്ര മാച്ച് കളിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു കിടക്കം പോലത്തെ വീഡിയോ ഒക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടുന്ന വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യലുണ്ട്. അതുകൊണ്ട് ആ ഒരു ട്രൈന് നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ലൈക്ക് ചെയ്തും അതേപോലെ ഹൈപ്പൊക്കെ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് കേസ് എനിക്കൊരു 1K ലൈക്ക് വേണം എന്ന് പറഞ്ഞാൽ വേണം, തന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ മാക്സിമം കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നുള്ളൂ. ചില ആൾക്കാരുടെ കേസ് കാണും തിരിഞ്ഞു പോലും നോക്കും, ലൈക്കിൻ്റെ അവിടെ നോക്കത്തു പോലില്ല. ഭയങ്കര ഷോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കാണ്. പ്ലീസ് കേസ് നിങ്ങൾ നമ്മുടെ എഫോർട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പോഴും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ലൈക്ക് കൊടുക്കുന്ന എന്തിനാ? ഇതേപോലെ കാട്ടുവഴികളെ പോലെ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇവനൊക്കെ ലൈക്ക് കൊടുത്തിട്ട് എന്ത് കിട്ടാനാ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. പ്ലീസ് കേസ് നിങ്ങൾ ഇത്രയും പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേസ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഷോക്കാണ് കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന നമ്മളൊക്കെ സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ കേസ് അയ്യോ സപ്പോർട്ടില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചത്തെറിച്ച് കരയാവുന്ന എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം നിങ്ങൾ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ചെയ്യും, ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യേ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടും ഇവനങ്ങനെ വളർന്ന് വരണ്ട, അവനത്ര ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അത്രയും ക്രൂരന്മാരാണോടെ നിങ്ങൾ ആയിരിക്കത്തില്ല കേട്ടോ. എന്തായാലും ലാസ്റ്റുള്ള ആ ഒരു എനിമിയുടെ കാട്ടുവാഴയും കൂടെ അടിച്ച് വന്നപ്പോഴത്തേക്കും മൊത്തം 6 കില്ല് കഴിച്ച് 6 കില്ല് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. 17 വരെ ലൈവ്, 10.9 റേറ്റിംഗും 1100 കോയിനും നമ്മുടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും റേറ്റിംഗ് ഇതുവരെ നമ്മൾ ഗോൾഡൻ സ്ട്രീക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഗോൾഡൻ സ്ട്രീക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ കേസ് പ്ലസിൻ്റെ മഴയാണ്, ഒന്നും പറയാനില്ല. പിന്നെ കേസ് 15 വരെ ലൈവാണ് നമ്മുടെ തൊട്ട് താഴെ തന്നെ, അതായത് പീക്കിൻ്റെ മേളിലാണ് നമ്മൾ കയറി വെക്കുന്നത്. പീക്കിന് തൊട്ട് താഴെ ആയാലും വെന്റിമിഷൻ ഷോട്ടിലാക്കിയാണ് നോക്കുകയാണെങ്കിലോ എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും VSS വെച്ചോ എന്തോ വെച്ച് നല്ല പടപടായി നടിക്കുന്നുണ്ടായിരുന്നു. ആ മരം ഇവിടെ നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മാത്രമല്ല ഒരു മുമ്പേ സ്കില്ലും അല്ല എടുത്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ മേളിൽ കയറി നിൽക്കാൻ പാകത്തിനുള്ളതല്ലോ. അതുകൊണ്ട് അത് ഇത്ര യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കേസ് നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു തീയില്ലേ കേസ് ചുമന്ന സാധനം, അത് തന്നെ അതിനകത്തുള്ള എല്ലാം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ എനിമിയെ നൈസറി കേസ് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവൻ ആ മരത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. അവനെങ്ങാനും കൊല്ലാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എത്ര നേരം നമ്മൾ ഇങ്ങനെ മണ്ടയ്ക്ക് നിൽക്കുന്ന അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മണ്ടയ്ക്കുള്ള കാര്യം ഏതെങ്കിലുമൊക്കെ എനിക്ക് ഓൾറെഡി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും തല പുറത്തിടാൻ വേണ്ടി അവർ കാത്ത് നിൽക്കും. ഓക്കെ, എന്തായാലും നോവിച്ചു വിട്ട പാമ്പാണ് അവൻ. അതുകൊണ്ട് അവനെ ഇങ്ങ് തീർക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഉണ്ടല്ലോ ആ ഒരു SVDY വെച്ചിട്ട് അവനെ കേസ് അടിച്ചുറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കിടപ്പിട്ട് കട്ടക്കട്ട വന്നാൽ ആ കില്ല് കിട്ടട്ടെ എനിക്ക് അങ്ങോട്ട്, അവനെ അങ്ങോട്ടുണ്ടല്ലോ. എന്തായാലും അവനെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കിടക്കട്ടെ. താഴേക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ താഴെയുള്ള അടിക്കുന്ന എനിമീസൊക്കെ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലൊക്കെ കാണുമായിരിക്കും. ഓക്കെ, എന്തായാലും വന്നിറങ്ങുമ്പോഴത്തേക്കും ഒരു അധഭാഗ്യം നൈസറി കേസ് പറഞ്ഞിറങ്ങി
നമ്മ പയ്യണ്ടാ ഇവനിത് എൻ്റെ കൈ കൊണ്ട് ചാവാൻ വേണ്ടി മാത്രം ഇത് എത്രാമത്തെ വട്ടമാണ് കേസ് വരുന്നത്. എന്തായാലും കേസ് ഇന്നത്തെ സീക്രട്ട് കോഡ് ഞാൻ പറയാം. നമ്മ പയ്യൻ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, NAMMA നമ്മ PAYAN പയ്യൻ, അത് മതി. ഓക്കെ, അതൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേസ്. എന്തായാലും ഈ ഒരു ഭാഷ എത്ര വട്ടം വന്ന് എനിക്ക് അവൻ കില്ലൊന്നും എനിക്ക് പോലും എണ്ണമില്ല. ഓക്കെ, നമ്മ പയ്യൻ ഒന്നും പറയാനില്ല. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മളെ നോക്കെടുത്ത കാട്ടുവഴി ആരോ പൊക്കിക്കൊണ്ട് പോയി കേസ്. എന്താ അവസ്ഥ നോക്കിക്കേ, അത് കുഴപ്പമില്ല കേസ്, നമുക്ക് പിടിക്കാം. മാപ്പ് നമ്മുടെ കയ്യിലിരിക്കുമല്ലേ, അതോടെ ഇരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് വേറെ പേരോട് പറഞ്ഞുതരാം കേസ്. നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് റിഡീം കോഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വീഡിയോൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തിനനുസരിച്ച് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് ക്ലെയിം ചെയ്ത് മാക്സിമം കേസ് ഉണ്ടല്ലോ കിട്ടിയ ആൾ കമൻറ്റ് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് റിഡീം കോഡ് കിട്ടി ബ്രോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഈവനിങ് ഇട്ട വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ആരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ ആൾ നൈസായിട്ട് അതെടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്യാൻ വേണ്ടി പാടില്ല കേസ്, സീരിയസ്ലി അത് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ക്ലെയിം ആയോ ഇല്ലയോ എന്നെങ്കിലും ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് 3 പേരൊക്കെയാണ് വന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ഷോകാണ്, കള്ളം പറയാതെ ഉള്ളത് പറ, കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറ, മനസ്സിലായില്ലേ? അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം 10 കിലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും SVD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം കളി. ഓക്കെ, ഇനി ഒരു വട്ടം കൂടെ നമ്മ പയ്യൻ എനിക്ക് കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഇനി ഒരു വട്ടം കൂടെ വന്നു കഴിഞ്ഞാൽ വിഷയമായിരിക്കും കേട്ടോ. എന്തായാലും അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നേരമായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സോൺ വന്നിട്ടുണ്ട്. സോണിനകത്തേക്ക് പെട്ടെന്ന് കയറണം, കയറിലെ പണി കിട്ടും. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും ഒരു തവണ പറന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും വിചാരിക്കും നമ്മ പയ്യനാണെന്നൊക്കെ, നമ്മ പയ്യനല്ല കേസ്. ഓക്കെ, എന്തായാലും അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നിന്നില്ല. നോക്കോടെ കിടപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇവിടെ തന്നെ സോണിനകത്തേക്ക് കയറണം. എന്തായാലും സോൺ അടുത്തടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. തൊട്ട് താഴെ കേസ് എൻ്റെ ലൈഫ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. താഴെ നിന്ന് മറ്റേ പുതിയ ക്യാരക്ടറിനെ എന്നെ പിടിക്കാൻ വേണ്ടി കിടപ്പുണ്ടാവും. താഴേക്ക് ഇറങ്ങിയാൽ ഞാൻ തീർന്നു. പക്ഷേ കേസ് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് അത്യാവശ്യം എന്താണ് ലൈഫൊക്കെ സെറ്റാണ്. ലോഗിൻ ഒരുത്തിന് നൈസായിട്ട് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 11ാമത്തെ കില്ല് 12ാമത്തെ കില്ല് അവിടെ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ ലോഞ്ച് പാഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 27, 28, 26, 25 സെക്കൻഡ് കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ലോഞ്ച് പാഡ് ആകും. ലോഞ്ച് പാഡ് വെച്ച് നേരെ അങ്ങ് പോയാൽ മതി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പീക്കിൽ നിന്ന് ഇത് ഇറങ്ങുന്ന സമയത്ത് തന്നെ കേസ് നമ്മൾ അടിച്ചു വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടുണ്ടല്ലോ പയ്യെ കേസ് ലോഞ്ച് പാഡൊക്കെ അടിച്ചിട്ട് പയ്യെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് സോണിങ് എത്തി. എൻ്റെ മോനെ, എന്നാലും കുഴപ്പമില്ല കേസ്. ഉള്ള മെഡിക്കറ്റ് യൂസ് ചെയ്ത് സോണിനകത്ത് കയറാനുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം അന്നിട്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഷോക്കായി പോകും കേസ്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോണിപ്പെടും. ഒന്നാമത്തെ കാര്യം താഴെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് എലിമിനേറ്റ് ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മെഡിക്കറ്റൊക്കെ സൂപ്പർ മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് നേരെ ലോഞ്ച് പാഡ് അടിച്ചിട്ട് ആ ഒരു സോണിൻ്റെ സർക്കിൾ സൈഡിലേക്ക് പോയി വന്നിറങ്ങിയ പാടെ നോക്കുമ്പോഴത്തേക്കും കേസ് എവിടുന്നാണ് അടി കിട്ടുന്നത്. എൻ്റെ പൊന്നു കേസ് തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിയെ നൈസായിട്ട് കണ്ട പോലെ തോന്നി. അവനെ അടിക്കാൻ വേണ്ടി കേസ് നോക്കുമ്പോഴത്തേക്കും തൊട്ട് പറഞ്ഞ് നിൽക്കുന്നു. അവർ കിട്ടുമ്പോൾ ഒരു 1 ടാപ്പ് 320 എൻ്റെ അടിയ വിഷയം കേട്ടോ. എന്തായാലും അവനടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും 2 എനിമി മാത്രമേ ബാക്കിയുള്ളൂ. ഞാനും വേറെ 2 എനിമി കൂടെ. അവന്മാരെവിടെ നോക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല സ്പീക്കറിൻ്റെ സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു. ഒരുത്തിനെ അടിച്ച് കിട്ടുമ്പോൾ ഡാമേജ് കൊടുത്തു. പിന്നെ ഗൈസ് ഞാൻ എൻ്റെ മോക്കോനെ ശരിക്കും മിസ് ചെയ്തു, സീരിയസ്ലി പറയാലോ. അടുത്തായിട്ട് അടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ കളിയും ജയിക്കുന്ന അപ്ലോഡ് ചെയ്താൽ ശരിയാകത്തില്ലല്ലോ. ഇതേപോലെ തെറ്റി കിടക്കുന്ന കുറേ മാച്ചസ് ഉണ്ട്. അതെല്ലാം നിങ്ങളെ ഞാൻ കാണിക്കും കേട്ടോ. എന്തായാലും 2 നോക്കൊക്കെ എടുത്തു ഗൈസ്, എന്നിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു കാട്ടുവാഴ കഴിച്ച് എവിടെ നിന്നൊക്കെ ഓടി വന്ന് എന്നെ അടിച്ചും കംപ്ലീറ്റ് ആക്കി. എനിക്ക് എടുക്കുമ്പോൾ വീഡിയോ ആയിരുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് എടുക്കുമ്പോൾ വേണം. ബൈ ഗൈസ്.